എല്ലാ ദിവസവും നമ്മുടെ സംസാരത്തില്, നമ്മുടെ പ്രവൃത്തിയില്, നമ്മുടെ ബന്ധങ്ങളില്, ചിന്തകളിലെങ്കിലും ചിലപ്പോ ഏതെങ്കിലുമൊക്കെ പാപത്തിന്റെ സ്വാധീനങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ വൈകാരികതകളിലാകാം. ഇപ്പൊ തമ്പുരാൻ ഇപ്പൊ എന്റെ ഹൃദയത്തെ ഉരച്ചു നോക്കിയാ ചിലപ്പോ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും, ചിലപ്പോ ഞാൻ സ്വർഗത്തിൽ പോയെന്ന് വരില്ല. അതുകൊണ്ട് എന്റെ ഈ വചനത്തിലൂടെ വായിച്ച് കടന്നു പോയപ്പോ വലിയൊരു ഭാരമാണ് എന്റെ മനസ്സിൽ വന്നത്. എന്താ ദൈവമേ, നീ എന്റെ ഹൃദയത്തെ ഈ രാത്രി പരിശോധിച്ച എന്ന് പറഞ്ഞ തമ്പുരാൻ അങ്ങോട്ട് വിളിച്ച, അങ്ങനെ അങ്ങോട്ട് എടുത്തു. തമ്പുരാൻ ഈ രാത്രി നമ്മളെ അങ്ങോട്ട് എടുത്ത, ഹൃദയം പരിശോധിച്ച എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എന്ന് സങ്കീർത്തകന് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്റെ ഭാരം എന്നാന്ന് ഞാൻ പറയട്ടെ. ദൈവം ഇന്ന് രാത്രി അങ്ങ് കർത്താവ് വന്നു കഴിഞ്ഞാല്, ദൈവമേ, നമ്മളിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സൊക്കെ പരിശോധിച്ച ചിലപ്പോ ഈ സങ്കീർത്തകൻ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പാപത്തിന്റെ മേഖലകളില് നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. സങ്കീർത്തകൻ ഇത് പറഞ്ഞത് നമ്മളെല്ലാ ദിവസവും ഇത് പറയണ. രാത്രി ഞങ്ങൾ ഈ സെമിനാറിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞ, ഞങ്ങൾക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു നൈറ്റ് പ്രയർ ഉണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞൊരു മിഡ് ഡേ റിവ്യൂ പോലെയുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞും എല്ലാവരും പള്ളിയിൽ പോയിട്ട് കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസത്തിന് 3-4 പ്രാവശ്യം ദേവാലയ സന്ദർശനമുണ്ട്. എന്താണെന്നറിയാമോ? കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ പാപം ചെയ്തെങ്കിൽ അത് ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ച് വരെ എന്ന് പറഞ്ഞാൽ ആകെ 8, 4, 12 മണിക്കൂറല്ലേ ഉള്ളു. 8, 9, 10, 11, 12 മണിക്കൂറല്ലേ ഉള്ളു. ഓക്കെ, 1 മണി, 5 മണിക്കൂറുണ്ട്. 5 മണിക്കൂറിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റു പറയാനുള്ള സമയമാണത്. അവിടെ ചെന്നിട്ട് ദൈവമേ ഈ സമയത്ത്, പിന്നെ വീണ്ടും വൈകിട്ട് വരും, പിന്നെ വീണ്ടും രാത്രി വരും. ഇപ്പൊ നിരന്തരമായ ഒരു വിശുദ്ധീകരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ സാധ്യമാണെന്ന്, അല്ലെങ്കിൽ അത് ആവശ്യമാണെന്നാണ് സങ്കീർത്തകൻ നമ്മളോട് പറയാതെ പറയുന്നത്. കാരണം സങ്കീർത്തകൻ അങ്ങനെ തന്റെ ഹൃദയത്തെ എപ്പോഴും ജാഗ്രതയോടെ കൊണ്ടുപോയത്. ജാഗ്രത പാലിക്കണം. ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ച് സങ്കീർത്തകൻ പറയാണ്, നിന്റെ ഹൃദയം എപ്പോഴും ജാഗ്രത പാലിക്കട്ടെ. പിശാചിനിടം കൊടുക്കരുത്. നിന്റെ ഹൃദയത്തിൽ പാപത്തിനിടം കൊടുക്കരുത്. നിന്റെ ഹൃദയത്തിൽ ഈ ജഡമോഹങ്ങൾക്ക് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. വെറുപ്പിന്, വിദ്വേഷത്തിന്, വൈരാഗ്യത്തിന്, അസൂയയ്ക്ക്, അഹങ്കാരത്തിന്, പകയ്ക്ക്, കോപത്തിനൊന്നും നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. കാരണം എന്താ? കർത്താവ് നിന്റെ ഹൃദയത്തെ ഇപ്പൊ പരിശോധിച്ച എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഹൃദയം എപ്പോഴും നിർമ്മലമായി സൂക്ഷിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടല്ലേ, എന്നെ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക എന്നൊക്കെ പാടാറില്ലേ? പാടാൻ മാത്രമേ, നമ്മൾ പാട്ടൊക്കെ പാടും, എല്ലാ ദിവസവും വേണമെങ്കിൽ പാടും. പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കാനോ ഹൃദയം വെടിപ്പാക്കാനോ അല്ലെ? ഈ ദിവസങ്ങളിലൊക്കെ സങ്കീർത്തകൻ എല്ലാ സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോയിക്കോ. ആത്യന്തികമായ സങ്കീർത്തകൻ ആഴമേറിയ അനുഭവങ്ങളുടെ നടുവിൽ പറയുന്ന ഒരു കാര്യമാണ് ഹൃദയം വെടിപ്പാക്കുക, ഹൃദയം വിശുദ്ധമാക്കുക, ഹൃദയത്തെ വിശുദ്ധീകരിക്കുക, ഹൃദയത്തെ കർത്താവിന്റെ സ്നേഹത്തിൽ നിറയ്ക്കുക, ഹൃദയത്തിൽ കർത്താവിനിടം കൊടുക്കുക. നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി പൂജിക്കുക, ക്രിസ്തുവിനെ പ്രണയിക്കുക, ദൈവത്തെ സ്നേഹിക്കുക ഹൃദയം കൊണ്ട്.